ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പൻ ക്ലബ്ബായ ആസ്റ്റൺ വില്ലയുടെ ഗോൾ കീപ്പറായ അർജന്റീനയുടെ എമിലിയാനോ മാർട്ടിനസ് കഴിഞ്ഞ സീസണിൽ ആസ്റ്റൺ വില്ല വിടുമെന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മറ്റൊരു ക്ലബ്ബ് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്നും അതിൻ്റെ അവസാന വക്കിലെത്തിയെന്നുമൊക്കെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഒഫീഷ്യലായി അവസാന മത്സരം ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി കളിച്ച് കാണികളോട് വിട പറഞ്ഞ് എമിലിയാനോ മാർട്ടിനസ് ആ മത്സരം പൂർത്തീകരിച്ചതുമാണ്. സാങ്കേതികമായ കാരണങ്ങൾ മൂലം അവസാനം മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായുള്ള ആ ട്രാൻസ്ഫർ കൊളാപ്സ് ആവുകയും അദ്ദേഹം ആസ്റ്റൺ വില്ലയിൽ തന്നെ തുടരുകയുമാണ് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ സമ്മർ ട്രാൻസ്ഫറിൽ ആസ്റ്റൺ വില്ലയുടെ ഈ താരത്തെ സീരിയയിലെ വമ്പന്മാരായ ഇന്റർ മിലാൻ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് റൂമറുകൾ വന്നിരിക്കുന്നു. സ്കൈ സ്പോർട്സിൻ്റെയും നിരവധി ഇറ്റാലിയൻ മാധ്യമങ്ങളുടെയും റിപ്പോർട്ട് പ്രകാരം യാൻ സോമർ എന്ന ഇന്റർ മിലാൻ്റെ ഗോൾ കീപ്പർക്ക് ഇനി കരാർ പുതുക്കുന്നില്ല എന്നും പുതിയ ഗോൾ കീപ്പർക്കായി ആസ്റ്റൺ വില്ലയുടെ മാനേജ്മെൻറ്റുമായി പ്രാരംഭ ചർച്ചകൾ ഇന്റർ മിലാൻ്റെ മാനേജ്മെൻറ്റ് നടത്തിയെന്നുമാണ് സ്കൈ സ്പോർട്സ് ഉൾപ്പെടെയുള്ള നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എമിലിയാനോ മാർട്ടിനസിൻ്റെ വേതനത്തിൽ ചെറിയൊരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്റർ മിലാൻ എമിലിയാനോ മാർട്ടിനസിനെ സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നിരുന്നാലും ഇന്റർ മിലാൻ്റെ പ്രൈം ടാർഗറ്റ് തന്നെയാണ് ആസ്റ്റൺ വില്ലയുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.